പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, ഈ പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്നലെ തന്നെ കിടന്നുറങ്ങാൻ നേരത്ത് ഇന്നത്തെ പ്രാർത്ഥനയെ കൂടണം, എന്നിട്ട് വേണം ഇന്ന കാര്യത്തിന് പോകാനെന്ന് വിചാരിച്ച് നിയോഗം വെച്ച് കിടന്നുറങ്ങി എഴുന്നേൽക്കുന്നവരുണ്ട്. കർത്താവെ, അവിടെ കാര്യം ഇന്ന് സാധിക്കണേ ഈശോയെ. അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ പരീക്ഷയുടെ മേലെല്ലാം കർത്താവിൻ്റെ ഉന്നതമായ വിജയം. അങ്ങനെ പരീക്ഷയുടെ വലിയൊരു കാലമാണ്. കുഞ്ഞുങ്ങൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി കുടുംബത്തെ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മാതാപിതാക്കന്മാരുടെ എല്ലാ ആദികളെയും വ്യക്തികളെയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും എവിടെയെങ്കിലും എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പരസ്പരം ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത മാതാപിതാക്കന്മാരെ പ്രത്യേകം ഈ സമയത്ത് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവം ഒരു ആശീർവാദം, നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനും നിങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കും, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിനും മനസ്സിലാവും നിങ്ങൾ പ്രാർത്ഥന സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന്. എന്നാൽ പിന്നെ നമ്മളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന സീരിയസ് ആണെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന സീരിയസ് ആണെന്ന് ദൈവത്തെ മനസ്സിലാക്കാൻ കൂടി നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലരും മുട്ടയിൽ നിൽക്കുന്നതും പലരും അതുപോലെ തന്നെ അനുതാപത്തെ പ്രാർത്ഥിക്കുന്നതും വിശുദ്ധിയോടെ കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ചെയ്തതിൻ്റെ കാരണം വെച്ചാൽ, കർത്താവ്, ഞാൻ അങ്ങയുടെ കൂടെയാണ്, അങ്ങനെ ആശ്രയിക്കുകയാണ് എന്ന് അങ്ങേക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ എൻ്റെ പറ്റണം ഞാൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യും. കർത്താവ് അതെല്ലാം വലിയ മനസ്സോടെ സ്വീകരിക്കുക. അതാണ് അവൾക്ക് ചെയ്യാൻ പറ്റണം, അവൾ ചെയ്തതെന്നൊക്കെ ഈശോ പറയണ്ടേ. അപ്പോൾ നമ്മുടെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും കർത്താവ് അത് ആത്മാർത്ഥമാണെങ്കിൽ ഈശോ അംഗീകരിക്കും. നോൻപ് കാലത്ത് ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ അംഗീകാരം മേടിച്ചെടുക്കണം. അത് ഈശോ പറഞ്ഞത് എന്താണ്? അവൾക്ക് ചെയ്യാൻ പറ്റണത് അവൾ ചെയ്തു, അപ്പോൾ അവൾക്കൊരു അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് അവൾ ആത്മാർത്ഥതയുണ്ട്. അവൾക്ക് ഒരു വിഷമം തോന്നിയില്ലേ? ലാസറിൻ്റെ പെങ്ങളുടെ പരിപാടിയാണല്ലോ ഈ കാണിക്കണത്. അവരാണല്ലോ ഈ എണ്ണ പൂശി കർത്താവിന് സുഗന്ധം പൂശണത്. അവിടെയാണല്ലോ ലൂദാസ് വഴക്കിടണത്.
അപ്പം അതുകൊണ്ട് അവളാണ് എന്നിട്ടും ഇത് അതൊന്നും മാനിക്കാതെ നിർത്താതെ അതാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോരുത്തർ ഗുണവും ദോഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈശോ ഗുണം പറയുന്നുണ്ട്, പീലാത്തോസ് യൂദാസ് ദോഷം പറയുന്നുണ്ട്. ബദനിനെ മറിയം തൈലം പൂശിക്കൊണ്ടിരിക്കുന്നുണ്ട്, തൈലം പൂശിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ മറിയത്തിൻ്റെ നിലപാട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അവളത് നിർത്തുകയോ തുടങ്ങുകയോ അങ്ങനെയൊന്നുമില്ല, അവളുടെ ജോലി ചെയ്യും. അങ്ങനെ പല അഭിപ്രായങ്ങൾ വരും. പക്ഷെ ദൈവം നമ്മുടെ വർക്ക് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം നമ്മളെ സപ്പോർട്ട്, നമ്മൾ അംഗീകരിക്കും. അതാണ് അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവിടെ ചെയ്ത്, നിനക്ക് നെഞ്ചുവേദനയൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യൂദാസിനെ പിന്തിരിപ്പിക്കും കർത്താവ്. അപ്പോൾ എപ്പോഴും വേണ്ടത് ചെയ്യണ കാര്യത്തിൽ ആത്മാർത്ഥത വേണം, എന്നാൽ കർത്താവിൻ്റെ അംഗീകാരം ഉണ്ടാകും. ദൈവത്തിൻ്റെ അംഗീകാരം കൂടി മേടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുതാപം പോലും ആത്മാർത്ഥതയുള്ളതാണ്. ഈ ദിവസങ്ങളിൽ എൻ്റെ സഹോദരങ്ങൾ കൂടുതൽ ഈ കുടുംബം വിശുദ്ധിയുള്ളവരാകുകയും നമുക്ക് ചുറ്റും ഭയങ്കര സങ്കടകരമായ ഒരു വിളക്ക് കെട്ടുന്നു കഴിയുമ്പോൾ മറ്റു വിളക്കൂടി ആൾക്കാർ തല്ലിക്കെടുത്തുന്ന പോലെയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേൽ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കണം. ചൈതന്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഉദ്യമങ്ങളും, ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ യാത്രയാകുന്ന എല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിച്ച് തിരിച്ചു വരാൻ നിങ്ങളുടെ തടസ്സങ്ങൾ മാറുകയും രോഗികളായിട്ടുള്ളവർ, ആശുപത്രിയിൽ പോകുന്നവരെല്ലാം നല്ല വാർത്തയുമായി തിരിച്ചു വരാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം ഹഗ്ഗായിയാണ്. ഹഗ്ഗായി 1:6. നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു. ഹഗ്ഗായി 1:6 നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിരുമാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. അതായത് എന്ത് വിഷയം, അതായത് നമ്മുടെ അധ്വാനമില്ലേ വ്യർത്ഥമാകുന്നുണ്ട് പലപ്പോഴും. ഇതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പം നമ്മളെന്ത് ചെയ്യും. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു നോവൽ എഴുതി, അത് 2017 തൊട്ട് 2023 വരെ ഞാൻ 5 കൊല്ലത്തിൽ ആ നോവൽ എഴുതിയത്. 1000 പേജാണ്. അപ്പം ഗ്രീൻ ബുക്സ് അത് പ്രസിദ്ധീകരിച്ചു. അത് നമ്മുടെ ഭോപ്പാൽ ദുരന്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ചെർണോബിൽ എന്ന് പറയുന്ന ആ പ്രമേയത്തിൽ പരിസ്ഥിതിക്കെതിരെ ഉണ്ടാകുന്ന ആദ്യത്തെ കോർപ്പറേറ്റ് ആക്രമണമാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിസ്ഥിതി പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോവൽ വരണത്. എത്രയോ കഥാപാത്രം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഉള്ള എൻ്റെ അനുഭവ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലും കാട്ടിലും കടലിലും ഒക്കെ പോയി. പക്ഷേ ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഈ സാധനം സ്റ്റക്കാവും. കാര്യം ഇത് പെട്ടെന്ന് ഇങ്ങനെ ഭാവന എഴുതണ അല്ലല്ല, ഇതിനകത്ത് ഇത് ഭയങ്കരമായ ഒരു ബേസ്മെൻറ്റ് വേണ്ട എല്ലാത്തിനും. കാര്യം നടന്ന സംഭവമല്ലേ. പക്ഷേ ഞാൻ പുസ്തകം എഴുതുമ്പോഴൊക്കെ, ഇപ്പോൾ കുറേ പുസ്തകം എഴുതി, 10-18 പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാംസ്കാരികമുണ്ട്. എനിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നിട്ടുള്ളതാണ്. അത് അവാർഡിൻ്റെ കാര്യം പറയല്ല, ഞാൻ ഈ എഴുതുമ്പോൾ ഇടയ്ക്ക് ചില സമയത്ത് സ്റ്റക്കായി പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്വർഗസ്വനാവിധാനം ചെല്ലും, എന്നോറും ചെല്ലും, അല്ലെങ്കിൽ ഒരു ജോമാലയുടെ ഒരു രഹസ്യം മുഴുവൻ ചെല്ലും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ ഞാൻ സ്റ്റക്കായ സ്ഥലത്ത് നിന്ന് കർത്താവ് എനിക്ക് ഇപ്പോൾ റെഫറൻസ് ഗവേഷണ ബുക്കാണെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ ഗവേഷണം കാണിച്ചു തരും. ഇനി അടുത്ത പോയിൻ്റ് എവിടെ നീ അന്വേഷിക്കേണ്ടത്, അത് ഏത് ബുക്കിലുണ്ട്. ഇത് ഞാൻ ഏതെങ്കിലും ബുക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് പറ്റിയ പോയിൻ്റായിട്ടൊന്ന് എടുത്ത് വെച്ച് തരും. ദൈവം ഭയങ്കര സംഭവമാണ് കേട്ടോ. വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണം ചേട്ടല്ല, പാട്ടിപ്പൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവത്തിന് ഇഷ്ടമായിരിക്കും. അതാണ് രസം. അതുകൊണ്ട് ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദൈവസ്നേഹമുള്ളവർക്കുള്ള ഗുണം അതാണ്. ആ ദൈവഭേദങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവം പണ്ടത്തൊരാളും ചെയ്താലും ദൈവം കൂടെ വയ്ക്കും. എന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്നേഹപൂർവ്വം നാശക്കുഴിയിൽ നിന്ന് അങ്ങനെ വചനമില്ലേ, നാശക്കുഴിയിൽ നിന്ന് സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 103:4 വായിച്ചേ. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. ദൈവത്തിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ, നീ ചെയ്യുന്നതെല്ലാം ശുഭമാവുകയും ചെയ്യുമെന്ന്. അത് അങ്ങനെ നോൻപുകാലത്ത് ഇങ്ങനെയൊക്കെയാണ് വളരേണ്ടത്. അന്നേരത്തെ നീ ചെയ്യുന്നതെല്ലാം ശുഭമാക്കുകയും ചെയ്യും. 39:23
അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. അത് ദൈവത്തിന് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ, ചെയ്തതൊക്കെ അത് ചെയ്തെന്ന് പറഞ്ഞ ദൈവം ചെയ്തതൊക്കെ ശുഭമാക്കും. ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുമേ. നമ്മളോട് ഇപ്പോൾ മോശസിൻ്റെ കൽപ്പനകളിൽ ചെയ്തത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന് വെച്ചാൽ അങ്ങനെയല്ല ദൈവം കൽപ്പന കൊടുക്കണത്, ഡു ആൻഡ് ഡു നോട്ട് എന്ന് പറഞ്ഞ്. പക്ഷേ ദൈവസ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നമുക്ക് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, ദൈവം അത് കൺട്രോൾ ചെയ്യുകയും. മറ്റ് ചെയ്യണതെല്ലാം ദൈവം ചെയ്യാൻ പറ്റും, പക്ഷേ ശുഭമാക്കുക എന്നുള്ള വേറെ വിഷയമാണ്. ഇപ്പോൾ പൗലോസ് പറയണില്ലേ, എല്ലാവർക്കും പ്രയോജനമല്ല. പ്രഭാഷണം 37:28. എല്ലാവർക്കും എല്ലാം നന്നല്ല, എല്ലാവർക്കും എല്ലാം നല്ലതല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. അവസ്ഥ, വിഷയത്തിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പം അതുകൊണ്ടാണ് ശുഭമാക്കുക എന്ന് വേണ്ടി വരണത്. എല്ലാവർക്കും നല്ലതല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കണമില്ല. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഈ ഭംഗിപ്പെടുത്തൽ വരേണ്ടത്. എന്താണ്? അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ പ്രവൃത്തികളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു ഭംഗിപ്പെടുത്തൽ വേണം. അപ്പോഴെന്ത് പറ്റും? അത് എല്ലാം നല്ലതാണ്, പക്ഷെ എല്ലാം പ്രയോജനകരമല്ല. അങ്ങനെ വാക്കുണ്ട്. ഒന്നുകൂടെ സാറേ 12 കണ്ട വായിച്ചേ. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്. ഈ പ്രയോജനകരമാക്കി തീർക്കുന്നത് എന്താണ്? അതാണ് ശുഭമാക്കുകയും ചെയ്തു. ശുഭമാക്കുക ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ദൈവത്തിൻ്റെ സ്പേസാണത്. ഇപ്പം ആൾക്കാർക്ക് പറയുന്നത് എന്തറിയാമോ? അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരിക്കലും ദൈവത്തോട് ഡിസ്കസ് ചെയ്യത്തില്ല. ഓടെ പോകണം, ഞാൻ പോകണ്ട, ഞാനല്ല പോകണം, ദൈവമല്ലല്ല. അങ്ങനെ മുഷ്കന്മാരും തണ്ടുരോഗികളൊക്കെ ഉണ്ടാവും. കർത്താവേ, ഇതൊക്കെ ഉണ്ടെങ്കിലും നീയാണ് അവസാനം എനിക്ക് പറയാനുള്ള ആൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അതാണ്. ദൈവം എല്ലാം മോശസിൻ്റെ എല്ലാം ശുഭമാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു ദിവസം ശുഭമാകേണ്ടത്, അങ്ങനെയാണ് ജീവിതം ശുഭമാകേണ്ടത്. ബിജോ കിച്ചേരി എന്ന് പറഞ്ഞൊരു മകൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞു. അത് എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണത്. ബിജോ കിച്ചേരി എന്നെ പറഞ്ഞു വെച്ചാൽ ഉടമ്പടി എന്താണ് അദ്ദേഹത്തിന് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഉടമ്പടി അദ്ദേഹത്തെ എന്താണ് ആക്കി മാറ്റിയതെന്ന് പറയുന്നുണ്ട്. അത് പറയണത്, ഞാനിപ്പോഴ് പുറത്തിറങ്ങുമ്പോഴൊക്കെ എന്നേക്കാൾ കഷ്ടപ്പെട്ടവരെ ഞാൻ നോക്കും, ശ്രദ്ധിക്കും. പൈസ ഇല്ലാത്തവർ, രോഗികളെ, ആശുപത്രിയിൽ കിടക്കുന്ന വേദനപ്പെടുന്നവരെ, കുടുംബങ്ങളിൽ എന്നോട് പ്രയാസങ്ങൾ പറയുന്നവരെ എല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ അതൊക്കെ മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്സുതി ഉണ്ടായിരുന്നു. ബിജോ പറയണതാണ്, ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്സുതി, എന്നെക്കാളും മേൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കും. എന്നിട്ട് ഞാൻ അവരെപ്പോലെ എനിക്കാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു കോമ്പറ്റ് ചെയ്യും മനസ്സുകൊണ്ട്. മനസ്സിലായില്ലേ? ഉടമ്പടി നിങ്ങളുടെ ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? ഉടമ്പടി എടുക്കുന്നത് വരെ ഞാൻ ചിന്തിച്ചത്, എത്ര പേര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കാനഡയിൽ പോയി, എത്ര പേർക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് 40 സെൻറ്റ്, എന്നേക്കാൾ സ്ഥലമുള്ള കൂടുതലുണ്ട്. കൊച്ചാപ്പൻ്റെ മകന് 60 സെൻറ്റ്, എൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ വീട്ടുകാർക്ക് 2 ഏക്കർ. അപ്പോൾ എന്നേക്കാൾ മുകളിലുള്ളവരെയാണ് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. ഉടമ്പടി എടുക്കുന്നവരെ എന്നേക്കാളും മുകളിലുള്ളവർ ആരാണ്, അവരൊക്കെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി, അവരൊക്കെ തറ പറ്റിക്കാൻ വേണ്ടി അവരുമായിട്ട് ഞാൻ മത്സരത്തിന് സമയം കുറിച്ചുകൊണ്ടൊരു ജീവിതമാണ് എൻ്റെത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കണത് എന്താണ്? ഞാൻ എന്നേക്കാൾ താഴെയുള്ളവരെ എന്തുമാത്രം സഹായിക്കാൻ പറ്റും, അതാണ് വിഷയം. ആ മനുഷ്യൻ്റെ ദൈവസ്നേഹം നിറഞ്ഞപ്പോൾ എന്നേക്കാൾ താഴെ ഉള്ളവരെന്ന് പറഞ്ഞത് ആരാണ്? അതെല്ലാം ക്രിസ്തുവായിരിക്കും. മനസ്സിലായില്ലേ? നിന്നേക്കാൾ താഴെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അത് ക്രിസ്തുവായിരിക്കും. ക്രിസ്തു എപ്പോഴും നിനക്ക് താഴെ ആയിരിക്കും എന്ന് ബൈബിൾ പറയുന്നുണ്ട്. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. വേണ്ട, അപ്പോൾ എന്നേക്കാൾ താഴെയുള്ളവർ ആരായിരിക്കും? ക്രിസ്തുവായിരിക്കും. ഈ മനുഷ്യനിപ്പോൾ വിജയം എന്താ പറയണത്? ഞാൻ നേരത്തെ ലോകത്തിൻ്റെ സന്തതിയായിരുന്നു, ജഡിക സന്തതിയായിരുന്നു. അപ്പോൾ എന്നേക്കാൾ മുകളിൽ ആരുണ്ട്, അവനൊക്കെ അടിച്ചിടാൻ എന്താ മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വടിയും വഴുകയും എടുത്ത് അമ്പും വലിയും എടുത്ത് നടക്കിയിരുന്നു. ഇപ്പോൾ ഞാൻ താറി
താഴെ എന്ത് ചെയ്ത് എന്നേക്കാൾ താഴെയുള്ളവർ ഞാൻ ദൈവത്തിൻ്റെ മുഖച്ഛായ കണ്ടുകൊണ്ട് നോക്കാൻ തുടങ്ങി, ശുശ്രൂഷിക്കാൻ തുടങ്ങി, അവർക്ക് പങ്കുവെക്കാൻ തുടങ്ങി. ഞാൻ തന്നെ ക്രിസ്തുവിനെ തേടി അറിയാൻ തുടങ്ങി. ഉടമ്പടി നിന്നെ ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ളൊരു യാത്രയാക്കി മാറ്റും. കൈയിടിച്ച് കർത്താവ് അപ്പോൾ എൻ്റെ മക്കള്, നിങ്ങൾ ഇപ്പോഴത്തെ ഈ സമീപന രീതി ഒന്ന് ചേഞ്ച് ചെയ്യണത് നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ഉടമ്പടി ചെയ്തതിന് ശേഷം, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് ഒരു ജഡിക സന്തതിയാണെങ്കിൽ അതുപോലെ തന്നെ ജോലി, വീട്, വിവാഹം, അങ്ങനെ ഓരോ കാര്യത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അത് തീർച്ചയായിട്ടും നടക്കും, അതല്ല പ്രശ്നം. നിങ്ങൾ അതിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ഉടമ്പടിയെ ഒരു പരീക്ഷ പാസ്സാകുന്നതും ഒരു ഇൻ്റർവ്യൂവും ഒരു സ്ഥലം വെക്കുന്നതുമായിട്ടുള്ള വിഷയമായിട്ട് ഉടമ്പടിയെ ലിമിറ്റ് ചെയ്യാം. ഉടമ്പടി അതിനുവേണ്ടി മാത്രമാണ് സ്ഥാപിച്ചതല്ല. ഉടമ്പടി എന്തിനു സ്ഥാപിച്ചതാണ്? ദൈവത്തിന് നമ്മുടെ കൂടെ കൂട്ടുവസിപ്പിന് വേണ്ടി സ്ഥാപിച്ചതാണ്. അതാണ് പറഞ്ഞത്. അതാണ് 14:23 നമ്മൾ വായിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം. എന്താണ്? നിങ്ങൾ എൻ്റെ ഉടമ്പടി പാലിക്കുകയും വചനം പാലിക്കുകയും അപ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കൂട്ടുവസിപ്പിന് വേണ്ടിയാണ്. ഈ കൂട്ടുവസിപ്പ് നടക്കുമ്പോഴാണ് ഈ 43:5 വർക്കൗട്ട് ചെയ്യണത് ഐസയാ. ഇപ്പം 43 ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14 അതുപോലെ തന്നെ 23 നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും പറഞ്ഞേ, നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം പാലിക്കുകയും ചെയ്യുമ്പോൾ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ വാസമുറപ്പിക്കുക എന്നുള്ള വിഷയത്തിനാണ് ഉടമ്പടി ദൈവിക പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ അൾട്ടിമേറ്റ് എയിം അതാണ്, ആത്യന്തികമായ ലക്ഷ്യം അതാണ്. നമ്മളതിനെ വളരെ ചെറിയ ഒരു മിനിമം പ്രോഗ്രാമായിട്ട് വീട് കിട്ടിയില്ലല്ലോ, ജോലി കിട്ടിയില്ലല്ലോ, ലൈഫ് മിഷൻ്റെ ലോൺ കിട്ടിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിനെ നാണം കെടുത്തുന്ന കുട്ടി മനുഷ്യരായിട്ട് മാറും. മനുഷ്യരാണ്, പക്ഷേ കുട്ടി മനുഷ്യരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കാര്യങ്ങൾക്കിടെ തമ്പുരാനായിട്ട് ദൈവത്തെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഉടമ്പടി വരണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉടമ്പടിക്ക് വലിയ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. വലിയ ലക്ഷ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഈ 43:5 എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് കൂടെ ഉണ്ടാകുന്നത്? ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിൻ്റെ പ്രീ റിക്വസ്റ്റ് എന്താണ്? അതിൻ്റെ മുന്നാവശ്യം എന്താണ്? നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ, അതായത് ഐസയ 43:5 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? യോഹന്നാൻ 14:23 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വാസമുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാമെന്ന് പറയണത് അല്ലേ? 15:7 വായിച്ച് ശ്രുതികട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ. കണ്ടാ നോക്കിയേ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വരണം. കണ്ടില്ലേ? യോഹന്നാൻ 15:7 എന്താ വായിച്ചോളൂ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞ 6 കാര്യങ്ങളല്ല, ഇഷ്ടമുള്ളതാണ്. 60 കാര്യങ്ങളാണ്. അതാണ് ഇഷ്ടമുള്ളതെന്നാണ് പറയണത്. നിങ്ങളുടെ അഭിരുചി എന്താണ്? ഇപ്പം അതുകൊണ്ടല്ലേ എനിക്ക് ചൂടുചോറും എന്താ വേണം, അച്ചിങ്ങത്തോറും വേണമെന്ന് പറയാം. എന്താ അത് നമുക്ക് തോന്നുമ്പോൾ കോമഡിയായിട്ട് തോന്നും, പക്ഷെ അവർക്കത് കോമഡിയല്ല, അവർക്കത് കിട്ടിയില്ലെങ്കിൽ ട്രാജഡിയാണ്. അതാണ് സംഭവം. അപ്പം നമ്മുടെ മൈന്യൂട്ട് വികാരങ്ങളെ എന്തുമാത്രം മാനിക്കണ ദൈവത്തിൻ്റെ ഈ മാനിപ്പിനെക്കുറിച്ചാണ് നമ്മൾ നീ എനിക്ക് ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്, നിനക്ക് പകരം ഞാൻ ജനതകളെ കൊടുക്കുമെന്ന് പറയുമ്പോഴേ നിനക്ക് പകരം ജനതകളെ മാത്രമല്ലല്ലോ കൊടുത്തത്, പിന്നെ എന്താണ്? 3:16 വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം. ശ്രുതികട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ആ യോഹന്നാൻ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട വചനം 15:7 അല്ലേ? 15:7 എന്താ പറയണത്? നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും
15:7 യോഹന്നാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വന്നാൽ പിന്നീട് നിങ്ങൾ സേഫായി. അത് കാരണം ദൈവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരും. കാര്യം ഇഷ്ടമുള്ളത് തന്നാൽ നിങ്ങൾ നശിക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. എന്താ കാര്യം? നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്ന ആളാണ്. ഈ വചനത്തിൽ ചില ആൾക്കാർ ടെമ്പററി ആയിട്ട് നിലനിൽക്കത്തുള്ളൂ. ഇന്നലെ ഒരു ചേട്ടത്തി, ഒരു നേഴ്സ് സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീടുമില്ല, കുടിയുമില്ല, ഭയങ്കര സങ്കടപ്പെട്ട ജീവിതമായിരുന്നു. അപ്പോൾ അതിനുശേഷം അവരൊന്ന് ഉടമ്പടി ചെയ്ത് ട്രിവാൻഡ്രത്ത് നിന്ന് കുഞ്ഞു വീടാണ് അവർക്കുണ്ടായിരുന്നത്. അവിടെ പെമ്മക്കളൊക്കെ വലുതായി വന്നപ്പോൾ അവർക്ക് ഭയങ്കര വീർപ്പുമുട്ടലായി. കുഞ്ഞുങ്ങളീ കുഞ്ഞു വീട്ടിൽ താമസിക്കാൻ ഭയങ്കര അസൗകര്യമായി. അപ്പോൾ മാതാവിനോട് വന്ന് പറഞ്ഞ്, എനിക്കൊരു വീട് തന്നെ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരികയാണ്, അപ്പോൾ ഞങ്ങൾക്കൊന്ന് പെരുമാറാൻ പറ്റുന്ന രീതിയിലൊരു വീട് തരണമെന്ന് പറഞ്ഞ് പോയി. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അവൾ വിചാരിച്ചതിനേക്കാളും നല്ല വീടൊക്കെ കിട്ടും. പക്ഷേ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവിന് അസുഖം ഉണ്ടായി, അതും മാറും. ഇതെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളി ഉടമ്പടി മറന്നു പോകും. അതാണ് സംഭവം. ഉടമ്പടി മറന്നു പോകും. പിന്നെ എന്നാ പറ്റുക? ഉടമ്പടി മറന്നു പോയാൽ എന്നാ പറ്റും? പ്രൊട്ടക്ഷൻ പോകും ഉടനെ. കാരണം ഉടമ്പടി എന്ന് പറഞ്ഞൊരു സംരക്ഷണമാണല്ലോ. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ദൈവം കൂടെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഐസയായാലും നമ്മൾ വായിച്ചത് 43:5 എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ കൂടെ ഇല്ലെങ്കിൽ എന്താ സംഭവം? ഭയപ്പെടേണ്ടി വരും. മനസ്സിലായില്ലേ? ആ വചനം തിരിച്ചിടുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലല്ല എന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയല്ല. കൂടെ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും ഭയപ്പെടേണ്ടി വരും. ഇവർ വിചാരിച്ച് ഈ അനുഗ്രഹത്തിൻ്റെ ഹണിമൂണൊക്കെ കഴിഞ്ഞപ്പോഴേ ദൈവത്തെ മറന്നു കളഞ്ഞവർ. അപ്പോൾ പിന്നെ ഓരോ രോഗങ്ങളും അപകടങ്ങളും അസ്വസ്ഥകളും എല്ലാം വരിഞ്ഞു കയറി, വഴിയെ പോകണമെല്ലാം വരിഞ്ഞു കയറി വിരുന്ന് വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇവർക്കൊരു ബോധമുണ്ടായി. പിന്നെ ഭർത്താവിനോട് പറയുന്നത്, പിന്നെ നമുക്കൊന്ന് പോയി, നമുക്ക് ഇത്രയും അനുഗ്രഹം നമുക്ക് കിട്ടിയില്ലേ? ഇപ്പം നമ്മൾ ഉടമ്പടിയും ഇല്ല, പ്രാർത്ഥനയൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മുടെ ഈ കുടുംബത്തിലാണെങ്കിൽ പഴയ അവസ്ഥയിലായിട്ട് തിരിച്ച് വരണില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് അധികം പറഞ്ഞില്ലേ, ഒരു 3/4 മണിക്കൂറോളം പറയാനുള്ള കാര്യങ്ങൾ എണ്ണി അവർ പറയുകയാണ്. നേഴ്സാണ് ട്രിവാൻഡ്രത്ത്. അതായത് എണ്ണി പറയുകയാണ്. അപ്പോൾ ഇത്രയും കാലം ദൈവത്തെ മഹത്വപ്പെടുത്താതെ അവർ ആ കാര്യം കണ്ടതിന് ശേഷം യൂസ് ആൻഡ് ത്രോ, ദൈവത്തെ നമ്മൾ കപ്പലണ്ടിയുടെ തൊണ്ടാക്കി മാറ്റും. നമ്മളതിൻ്റെ തൊണ്ട്, അനുഗ്രഹത്തിൻ്റെ കാമ്പെടുത്ത് കഴിച്ചിട്ട് തൊണ്ട് വലിച്ചെറിയുന്ന പോലെ അങ്ങനെ കുറേ നെറുകെട്ട ജാതികളുണ്ട്. നിങ്ങൾക്ക് ഓർഡർ അവറാച്ച പണി വരുന്നുണ്ട്. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളറിയാമല്ലോ, ഇത് ദൈവത്തോടെ കളിക്കണത്. അതായത് ഒരു മിനിമം സത്യസന്ധത പോലും ഇല്ലെങ്കിൽ, ഒരു മിനിമം മനസ്സാക്ഷി ഇല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം വിളക്കാൻ തേക്കണ പാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അഭ്യാസം കാണിക്കാതെ മര്യാദക്ക് ദൈവദർശനി വന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് റോമാ 4:20 അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളരാൻ നോക്കണം, ശക്തിപ്പെടാൻ നോക്കണം. കാര്യം വിശ്വാസത്തിൽ ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായി, അതുകൊണ്ട് കുറേ വല വീശി കുറേ മീൻ പിടിച്ചു ഭക്ഷണം കഴിച്ചതൊന്നും ഒരു കാര്യമില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം അതല്ല. റോമാ 4:20 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാ 4:20. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തണത് ഇപ്പൊ ആൾക്കാരുടെ സ്വഭാവം അറിയാമല്ലോ. ഇവിടെ വന്ന് 10 മിനിറ്റ് പറയണതല്ല, ജനം വാ പൊളിക്കണത് കൃപാസനം മാതാവിൻ്റെ ിലൂടെ ഈശോ ലോകത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ആൾക്കാർ വാവിളിക്കുന്നത്. എവിടെ ചെന്നാലും മാതാവിനെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അതെന്താ? ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുകയാണ്. അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് അവർക്ക് കിട്ടിയ വെളിച്ചം പകർന്ന് കൊടുത്ത് ഇരുട്ടിനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പം നമ്മൾ പറയുമ്പോഴേ, ചെവിയോരം പറയുമ്പോഴേ എന്താ സംഭവിക്കണത്? റോമാ 4:20 സംഭവിക്കും. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, പറഞ്ഞോളൂ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. അപ്പം നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അത് കൈമാറ്റത്തിനുള്ളതാണ്. അതുകൊണ്ട് ദൈവം മഹത്വപ്പെടേണ്ടതാണ്. മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ശക്തി പ്രാപിക്കും. വിശ്വാസത്തിന് എന്തുമാത്രം ശക്തി പ്രാപിക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊരു നിരന്തരമായ വലിയൊരു പാഠ്യപദ്ധതിയാണ്. അന്ത്യം വരെ നമുക്ക് വിശ്വാസത്തിൻ്റെ അകത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും നമ്മൾ. കാരണം വിശ്വാസം അങ്ങനെയാണ്.
നമുക്കൊരു പഠിക്കണവർക്കാണെങ്കിൽ പോലും നമുക്കൊരു ഡോക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നോക്കാം. ഇത് അങ്ങനെയല്ല. വിശ്വാസത്തെ പഠനം പാഠ്യപദ്ധതി വിഷയമാക്കി കഴിഞ്ഞാൽ അതിന് അറ്റവും അറുതിയുമില്ലാത്ത അപാരതയാണ് ഉണ്ടാകുന്നത്. അത്രയും, അതായത് നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും, നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ സുവിശേഷം പകർന്നുകൊണ്ടേയിരിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, വിശ്വാസത്തെ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഈ കേൾക്കണ വിഷയങ്ങളിൽ നിങ്ങളിങ്ങനെ കഥാപ്രസംഗം പോലെ കഥയും പാട്ടും സാക്ഷ്യവും പാട്ടുമായിട്ടൊക്കെ പോയി കൈയടിച്ച് പിരിയരുത്. നിങ്ങളെ ദൈവം പഠിപ്പിക്കുകയാണ് ഓരോ ദിവസവും. നിങ്ങളിത് പോയി വീണ്ടും കേൾക്കണം. ഞങ്ങൾ ചൊവ്വാഴ്ച അപ്പ് ചെയ്യുമ്പോൾ ദൈവസംഘത്തോട് വീണ്ടും ഇത് കൊതിയോടെ കേട്ടിട്ട് വീണ്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ചിലർ ഷെയർ ചെയ്യുക പോലും ഇല്ല, ചിലർ സബ്സ്ക്രൈബ് ചെയ്യുക പോലും ഇല്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഇവിടെ ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യം ഇടിവെട്ടായി വരണത്. ക്രിസ്ത്യൻസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളാമെന്ന് പറയും, ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റിച്ചുകൊണ്ട് പോകും. പക്ഷേ നോൺ ക്രിസ്ത്യൻസ് ബ്രദർ ഇതും ചെയ്തു തരുക, സിസ്റ്റർ ഇതും ചെയ്തു തരുക എന്ന് ചൊല്ലും. ഇവിടെ വിഷയം ദൈവം ആടെ കൂടെ നിൽക്കും, മറ്റേ പന്നിയുടെ കൂടെ നിൽക്കത്തില്ല. അവൻ അളന്നു വെച്ചിരിക്കുകയും അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം പാത്തും പതുങ്ങി വന്ന് അടിച്ചു മാറ്റാൻ വല്ല വകുപ്പുണ്ടാകുന്ന വിചാരിച്ചുകൊണ്ടാണ് വരണത്. നിങ്ങൾ ദൈവത്തിൻ്റെ എടുത്തുക്കുമ്പോൾ വെക്കണ കാര്യം ഇവിടെ ഒറ്റ ലേബലേ ഉള്ളൂ, വിശ്വാസി. വെതർ യുവർ ക്രിസ്ത്യൻ ഓർ നോൺ ക്രിസ്ത്യൻ, അങ്ങനെ ഒരു പേര് ഇവിടെ ഇല്ല. അതൊക്കെ വില്ലേജ് ഓഫീസിലേ ഉള്ളൂ. ഇവിടെ ഒരു പേരേ ഉള്ളൂ, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ. ദൈവത്തിൻ്റെ സ്നേഹിത, ദൈവത്തിൻ്റെ സ്നേഹിതൻ. ദൈവത്തിൻ്റെ സ്നേഹിതനാണ് നീയെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹിതയാണ് നീയെങ്കിൽ നീ ഉടമ്പടിയിലാണ്. എന്ന് വെച്ചാൽ നിനക്ക് ഉടമ്പടി നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ, അല്ലാതെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ എടുത്ത് തൽക്കാലം സീസണിൻ്റെ ആയിട്ട് ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ, പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു കാര്യസാധ്യതത്തിന് വേണ്ടി ഒരിക്കൽ നമ്മൾ എടുക്കുന്ന എന്തോ ഒരു ഏർപ്പാടല്ല. അതുകൊണ്ടാണ് ഈശോ നിലനിൽപ്പിനെ കുറിച്ച് പറയുന്നത്. 15:7 ഒന്നിന് വായിച്ചേ, യോഹന്നാൻ 15:7 ഒന്നിന് വായിച്ചേ. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമെങ്കിൽ. അതാണ് പ്രശ്നം. ഉടമ്പടി നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ ഉടമ്പടി നിങ്ങൾക്ക് അറിയാമല്ലോ. ഉടമ്പടിക്ക് വചനത്തിൽ കുറേ വാക്കുകൾ പര്യായങ്ങളുണ്ട്. ഉടമ്പടിക്ക് പറയുന്ന വാക്ക് എന്താണ്? വാഗ്ദാനം എന്ന് പറയും, അല്ലേ? വാഗ്ദാനം എന്ന് പറയും. പിന്നെന്ത് പറയും? വാക്കെന്ന് പറയും, വചനമെന്ന് പറയും. എല്ലാം ഉടമ്പടിയാണ്. നിയമമെന്ന് പറയും. എല്ലാം ഉടമ്പടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈശോ എന്താ പറയണത്? ഈ 15:7 എന്താ പറയണത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും, പറഞ്ഞേ, എൻ്റെ വാക്ക് നിങ്ങളിലെ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ. അല്ല 90 ദിവസത്തേക്ക് ഞാൻ ഉടമ്പടി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വരട്ടാൻ വരരുത് നിങ്ങൾ, ഞങ്ങൾ പുതുക്കി വെച്ചാ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരുദ്ദേശിക്കുന്നത് ഈ ടൈം ബൗണ്ടായിട്ട് ഇവരെന്തോ പരിപാടിയൊക്കെ കാണിച്ചപ്പോഴും ദൈവം അതനുസരിച്ച് ഇവരെ സഹായിക്കണമെന്നാണ്. അതല്ല, അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള നിബന്ധനകൾക്ക് അപ്പുറത്താണ് ഉടമ്പടി. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും. അത് ദൈവത്തിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സംവിധാനമല്ല. അത് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ ആ സ്നേഹത്തിൽ നിലനിൽക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ. ഇപ്പോൾ 15:16 വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. അതിനെ ഒന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പം നിലനിൽപ്പാണ് വിഷയം. നമ്മൾ ചെയ്യുന്ന ഫലങ്ങളും നിലനിന്ന് പോകണം. ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിന് ഉടമ്പടി സ്കോപ്പില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ, നിങ്ങൾ ദൈവവുമായിട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആത്മാർത്ഥമാണ് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങളുടെ വിശ്വാസം നീതീകരിക്കപ്പെടുന്ന പ്രവൃത്തികൾക്കുള്ളതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നീ ബന്ധത്തിൽ നിലനിൽക്കുവാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. വചനം പാലിച്ചുകൊണ്ട് ബന്ധം സ്ഥാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം. അപ്പോൾ നിങ്ങളുടെ വസ്തുതകൾക്ക് പ്രാധാന്യം വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവമാകുന്ന വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഷിഫ്റ്റിംഗ് നടക്കണം ഇതിൻ്റെ അകത്ത്. ദൈവത്തിന് പ്രാധാന്യം. ഇപ്പം പലരുടെ ഉടമ്പടി തണുത്തു പോയതിനും ഉടമ്പടി വരുമാനമില്ലാത്ത രീതിയിൽ പുഷ്പിക്കാത്ത മരം പോലെ ആകാൻ കാരണം നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തെ അതിൽ നിന്ന് ആ പിക്ചറിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടാണ്.
അപ്പോൾ ഇതൊന്ന് തിരിച്ചു കൊണ്ടുവരണം. കാര്യം എന്താണ്? നീ ഉടമ്പടി എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉടനെ നീ പറയണം ദൈവത്തെ പ്രത്യേകമായി സ്നേഹിക്കാനെന്ന്. ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്തിനാണ് നീ ഉടമ്പടി എടുത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ നീ പറയണം, ഒറ്റ ശ്വാസത്തിൽ പറയണം, രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചിട്ട് പറയണം ഞാൻ ഉടമ്പടി എടുത്തത് ദൈവത്തെ എല്ലാവരെക്കാളും ഉപരിയായി സ്നേഹിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ IELTS പാസ്സാകാനാണ്, കാനഡയിൽ പോകാനാണ്, PR കിട്ടാനാണെന്ന് പറയരുത്. അടി മോഹത്തൊക്കെ പാഴ്സൽ കിട്ടും. എന്നുവെച്ചാൽ നീ വെറുതെ ചുമ്മാ വസ്തുവിന് പ്രാധാന്യം കൊണ്ട് ദൈവത്തിന് കളിയാക്കാൻ വേണ്ടി വന്നിരിക്കണം തോന്നും. അതല്ല സംഭവം. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, തിരുവിലാവിൽ മുറിവേറ്റവനെ, ചുടിയവനെ, സ്വന്തം ജീവൻ എന്റെ വീണ്ടെടുപ്പ് വിലയായി നൽകിക്കൊണ്ട് എനിക്ക് വേണ്ടി തിരുവുദ്ധാനം ചെയ്തവനെ, നിത്യത അവകാശമാക്കിയവനെ, നിത്യത വരെ സ്നേഹിക്കാനാണ് ഞാൻ ഉടമ്പടിയിലായിരിക്കണത്. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഞെട്ടലുണ്ടാവും. അത്തരം എല്ലാ ദിവസവും ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നടന്ന സാക്ഷ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. അമ്മ ഇത്രയും സുന്ദരമായ രീതിയിൽ ഒരു കാലത്തും കേരളത്തിൽ എത്രയോ അനുഗ്രഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തരംഗകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളെല്ലാം എബവാണ്. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഈനസ് മുക്കാട്ടുകാര തൃശ്ശൂർ അവിടെ ഇന്നലെ സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട്, സാക്ഷി ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. പിന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈനസിൻ്റെ വൈഫിന് ക്യാൻസർ വന്നു. അവർ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ 3ാം സ്റ്റേജായി. പിന്നെ അത് അഡ്വാൻസായി 4ാം സ്റ്റേജായി. ക്യാൻസർ 4ാം സ്റ്റേജായി കഴിഞ്ഞപ്പോൾ ഈനസിന് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു കീമോ കൊടുത്തിട്ട് ആൾ കരിഞ്ഞ് വരണ്ട് ആന്തരിക അവയവങ്ങളൊക്കെ പൊള്ളി പോകണമെന്നല്ലാതെ ഇനി ഇങ്ങനെ പതുക്കെ കീമോ കൊടുത്തും വിശ്രമിച്ചുമൊക്കെ പോകാനേ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ അത് അക്സെപ്റ്റ് ചെയ്തവർ അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. പക്ഷെ മഹാസങ്കടമാണ് ഉള്ളിൽ. അപ്പോൾ ഇനി വൈദ്യശാസ്ത്രത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറയുമ്പോൾ ഇനസിനോട് ഒരാൾ പറയും ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട്, ആലപ്പുഴ പോയി കൃപാസന മാതാവിനെ കണ്ടാൽ മതി എന്ന് പറയും. ഈ മനുഷ്യന്മാരിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. അതിന് ഞാനിത് കൈ നിന്നിട്ട് പറയണം, ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. ഇവരിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് ഇവർ ഉടമ്പടി തൈലമോ തേനോ ഉപ്പൊക്കെ എടുത്തിട്ട് ഇവർ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം കഴിക്കും. സാക്ഷ്യമൊന്നും നിങ്ങൾ കേൾക്കണം. അതായത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറയും ഇത് വല്ലാത്തൊരു മാറ്റമാണല്ല, ഇനി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നതേ. ഇപ്പം ഇത്രയും അതായത് രാത്രി പകലായി പോലെ മാറ്റമായിപ്പോയി ആന്തരിക അവയവങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞു ഇത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഉടനെ അവർ ഓപ്പറേഷൻ നീക്കി. പിന്നീട് നടക്കുന്ന കാര്യം ഭയങ്കര രസമാണ്. ആൾ ഇപ്പം നല്ല ജീവനോടെ ഇപ്പം 2-3 ടെസ്റ്റെല്ലാം കഴിഞ്ഞപ്പോഴും ആ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു ചെറിയ തന്മാത്ര പോലും ഇല്ല. അപ്പോൾ ഇത്രയും വലിയൊരു ദൈവമാണ്, ഇത്രയും വലിയൊരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എല്ലാ പ്രത്യാശയും പോകുമ്പോഴും വിശ്വസിക്കുന്നവന് ഒരിടമുണ്ട് ഇവിടെ. അവിടെ നിന്നെ കാത്തിരിക്കാൻ യേശുവിൻ്റെ അമ്മയുണ്ട്, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി. കൈയടിച്ച് കിടന്നു പറയുന്നു.